ഇന്ന് എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയ ശേഷം 2-3 ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലൊന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒന്ന് അമ്മയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി. കൂടെ നമ്മുടെ നന്ദു ഉണ്ണിയും ഉണ്ട്. നമ്മൾ പോയത് അമ്പൂരിയിലെ കുമ്പിച്ചൽക്കടവ് എന്ന് പറയുന്ന ഒരു പാലത്തിലോട്ടാണ്. ഈ പാലം ഇപ്പോൾ ഇവിടെ പുതുതായി വന്നതാണ്. അപ്പോൾ നമ്മുടെ കുമ്പിച്ചക്കടവ് പാലത്തിനെ പറ്റി എന്തായാലും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ അമ്പൂരിയിൽ തന്നെയുള്ള മറ്റൊരു പാലമാണ്. നടപ്പാലം എന്നാണ് പറയുന്നത്. പക്ഷെ ബൈക്കിനും പോകാൻ പറ്റും. ഒരു കുരങ്ങൻ വന്നൊരു ചാട്ടം ചാടി പോകുന്നത് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ ഒരു വീടിന്റെ മണ്ടിൽ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അവന്റെ കുറച്ച് കൂട്ടുകാരന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ അടുത്ത് പോയത് അമ്പൂരിൽ തന്നെയുള്ള മായം കടവിലോട്ടാണ്. കുറച്ചു നേരം നമ്മൾ അവിടെ കൂടെ നടന്നു. പിന്നെ അവിടെ കിടന്നൊരു വഞ്ചിയിൽ കയറി ഇരുന്ന് 2-3 ഫോട്ടോ എടുത്തു. ഏകദേശം സമയം ഉച്ചയായി. അപ്പോഴത്തേക്കും നമ്മൾ അവിടെ കണ്ട ഒരു കടയിൽ കയറി 2 ബീഫും 2 കപ്പയും പറഞ്ഞു. നമ്മൾ 4 പേർക്കും കൂടെ 2 കപ്പയും 2 ബീഫുമാണ് പറഞ്ഞത്. ബീഫിന്റെയും കപ്പയുടെയും ക്വാണ്ടിറ്റി എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഇതിന്റെ ടേസ്റ്റും അടിപൊളിയായിരുന്നു. എപ്പോഴും ഇവിടെ കപ്പയും ബീഫും നിങ്ങൾക്ക് കിട്ടും. ഊണ് വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു പറഞ്ഞിട്ട് വന്നാൽ മതി. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു. വേണ്ടവർക്ക് വന്ന് കഴിക്കാം. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. വൈകിട്ടായപ്പോൾ അനിയത്തിമാർക്ക് വേണ്ടി വീട്ടിലത്തേക്ക് ഒരു ചെറിയ കേക്ക് അങ്ങ് മേടിച്ചു. കേക്കും മേടിച്ച് വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ഹാജരായിട്ടുണ്ട്. എന്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഈ കാണുന്ന സാധനത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ അസുഖങ്ങൾ വരാറുണ്ട്. അങ്ങനെ ഞാൻ എന്റെ ബർത്ത്ഡേ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. എന്റെ അനിയത്തി ഒരു ഡാൻസുകാരിയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ വരും. ഈ നിമിഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന 2-3 ആൾക്കാരിൽ ഒരാളാണ് ദായ. എന്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് കിട്ടിയ ഒരേ ഒരു ഗിഫ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് തന്ന എന്റെ കാത്തു ചേച്ചിക്ക് വളരെയധികം നന്ദിയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ചേട്ടനെയും നന്ദു ചേട്ടനെയും കാണാനില്ല. രണ്ടും കൂടെ റൂമിനകത്ത് കയറി കഥ അടച്ചിരുന്ന എന്താണ് പരിപാടി എന്നൊന്നും നമുക്കറിയത്തില്ല. റൂം തുറന്ന് പുറത്തു വന്നപ്പോൾ ഇവര് മുഖം കാണിക്കാതെയൊക്കെ ഓടുന്നുണ്ട്. എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവരെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരും വീട്ടിലോട്ട് പോവുകയാണ്. എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഓക്കെ, ബൈ.